ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് പുറമെ 5 പേർക്ക് കൂടി എക്സൈസ് നോട്ടീസ് അയച്ചതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അക്കൂട്ടത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ജിൻഡോയ്ക്കും എക്സൈസ് നോട്ടീസ് അയച്ചതായി ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായിരുന്ന സായ് കൃഷ്ണയും ജിൻഡോയെ നെഗറ്റീവായി പരാമർശിച്ചുകൊണ്ടൊരു വീഡിയോയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികരണവുമായി ജിൻഡോ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പത്രസമ്മേളനത്തിലൂടെയാണ് ജിൻഡോയുടെ വിശദീകരണം. തന്നെക്കുറിച്ച് കുറെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ജിൻഡോ പറയുന്നത്. ബിഗ് ബോസിലായിരുന്ന സമയത്ത് തനിക്കെതിരെ ധാരാളം ട്രോളുകളും മറ്റും ഇറങ്ങിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം അതിനോടൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടേ കണ്ടിരുന്നുള്ളൂ. അതൊക്കെ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി ചെയ്തതാകാം. പുറത്തിറങ്ങിയ ശേഷം കൂടെ മത്സരിച്ചവരും അവരുടെ ഫാൻസും സുഹൃത്തുക്കളും ഒക്കെ എന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല. കൂടെ മത്സരിച്ചവരോട് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും ജിൻഡോ പറയുന്നു. എന്നാൽ എന്നെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്നത് വ്യാജ പ്രചാരണം മാത്രമാണ്. എന്റെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്താൻ കാരണം ഇത് അന്നം തരുന്ന ഇടമായതിനാലാണ്. അതിന് തന്നെ തടസ്സം വരുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതെന്റെ കുടുംബത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. എക്സൈസ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഫോണിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തവർ മുതൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തവരെയെല്ലാം വിളിപ്പിച്ചിട്ടുണ്ട്. ചില മാധ്യമ പ്രവർത്തകരും മുൻ ബിഗ് ബോസ് താരങ്ങൾ ഉൾപ്പെടെ എന്നെ അറസ്റ്റ് ചെയ്തതായി വരെ പറഞ്ഞുണ്ടാക്കി. എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കൂടെ വർക്ക് ചെയ്തവരോടെല്ലാം ഇങ്ങനെയൊരു വ്യാജ പ്രചാരണം നടക്കുന്നതായി ഞാൻ അറിയിച്ചിരുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് ഓരോന്ന് പറയുന്നത്. ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കാൻ തന്നെ കാരണം ജനങ്ങളാണ്. അവരാണ് എന്നെ വിജയിപ്പിച്ചത്. അതിനാൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട്. ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല. ആകെ ചെയ്യുന്നത് സിഗരറ്റ് വലിക്കും. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അത് ലോകമെമ്പാടും കാണിക്കെ ബിഗ് ബോസിൽ വെച്ച് തന്നെ വലിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വലിക്കുന്നുണ്ട്. അല്ലാതെ ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതല്ലാതെ ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ പണം ട്രാൻസ്ഫർ ചെയ്ത സംഭവം. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ സഹായം ചെയ്യാറുണ്ട്. മദർ തെരേസ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. എന്റെ അക്കൗണ്ടിൽ നിന്നും പല ആളുകൾക്കും ഞാൻ സഹായം ചെയ്യാറുണ്ട്. അച്ഛന് സുഖമില്ല, പെട്ടെന്ന് സഹായിക്കണം എന്നാകും ചിലർ പറയുക. ആ സമയത്ത് കൂടുതൽ ചോദിക്കാൻ പോകില്ല. കൊടുക്കാറേയുള്ളൂ. ചിലർ പറ്റിക്കാറുമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട്. വീടിന് വാടക കൊടുക്കാനില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഭക്ഷണം കഴിക്കാൻ പൈസ ചോദിച്ചവരുമുണ്ട്. 500 ചോദിച്ചാൽ 1000 കൊടുക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്നറിയുമോ? ഞാൻ ഇന്നുവരെ എതിർത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപും ഞാൻ അങ്ങനെയായിരുന്നു. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാവരും ചെലവ് ചെയ്യാൻ പറയും. എന്റെ PR ജനങ്ങളാണ്. ഞങ്ങളെ പിന്തുണച്ച ആളുകൾ ഒരുപാടുണ്ട്. അവർ ചെലവ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. നമ്മളെ കരിവാരി തേച്ച് വെറുതെ മുന്നോട്ട് പോകരുത്. അത് ശക്തമായി തന്നെ നിയമപരമായി മുന്നോട്ട് പോകും. എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ മാധ്യമങ്ങൾക്കെതിരെയും കേസ് പോകും. എന്റെ പ്രസ്ഥാനത്തെ ബാധിക്കുന്നതാണ്. എനിക്ക് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിരുന്നു. ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ഞാനുമുള്ളത്. അവരുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ കോണ്ടാക്ട് നമ്പർ ഇല്ലാത്തവർ കേരളത്തിൽ കുറവാണ്. എന്നെ വെച്ച് ഇവരെയൊക്കെ കേസിൽ പിടിക്കുമ്പോൾ എന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെന്ന് കരുതി ഞാൻ പ്രതിയായിരിക്കുമോ? ഇപ്പോഴത്തെ കേസിനെ ഞാൻ നേരിടും. ഓടി ഒളിക്കില്ല. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഓടി ഒളിക്കില്ല. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോ എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു രീതിയിലുള്ള നോട്ടീസല്ല എനിക്ക് കിട്ടിയത്. ഒരുപാട് പേർ എന്നെ കല്ലെറിയുന്നുണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ തീർച്ചയായും നിയമപരമായി പോകും. ഹൈബ്രിഡ് കേസിൽ അറസ്റ്റിലായ പെൺകുട്ടി ആരാണെന്ന് സത്യമായും ഇതുവരെയും എനിക്ക് വ്യക്തമായിട്ടില്ലെന്നും ജിൻഡോ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.